ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകിട്ട് 2025 തിരുവനന്തപുരത്ത് തിരിതെളിഞ്ഞു. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവം മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് കൂടുതൽ തൊഴിലവസരം ഒരുക്കുമെന്ന് ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്ത് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയോടെയാണ് കലോത്സവത്തിന് തുടക്കം കുറിച്ചത്. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവം വർണ്ണപ്പകിട്ട് 2025 മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ട്രാൻസ്ജെൻഡേഴ്സിന് കൂടുതൽ മേഖലകളിൽ തൊഴിലവസരം ഒരുക്കുമെന്ന് ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്ത് മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസത്തിനായാലും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ, നൈപുണ്യ വികസനത്തിനായാലും തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നതിനായാലും എല്ലാം സാമൂഹ്യനീതി വകുപ്പ് വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നു. മഴവില്ല് എന്ന സമഗ്ര പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലുമെല്ലാം ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാനുള്ള അവസരം വകുപ്പ് ഒരുക്കുന്നുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ് രൂപീകരിച്ച അനന്യം കലാസംഘത്തിന്റെ ആദ്യ പ്രദർശനവും നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്നു. നമ്മളിൽ ഞങ്ങളുണ്ട് എന്ന ടാഗ് ലൈനോടെയാണ് ഇത്തവണത്തെ കലോത്സവം ഒരുക്കുന്നത്. യുവാക്കളെയും വിദ്യാർത്ഥികളെയും കൂടി കൂട്ടിയോജിപ്പിച്ചാണ് കലോത്സവ പരിപാടികൾ നടക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.